പുതുപ്പള്ളിയുടെ അഭിമാനമായ ഒരു ക്ഷേത്രം ഇരിക്കുന്ന, ഈ നാടിന്റെ അനുഗ്രഹമായ ഒരു ക്ഷേത്രം ഇരിക്കുന്ന, ഈ നാടിന് വേണ്ടി ഉള്ളൊരു ക്ഷേത്രമാണ് അവിടെ ഇരിക്കുന്ന. ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഇങ്ങനെ 5 കോടി കൊടുത്തിട്ടും നടപ്പിലാക്കുവാൻ സർക്കാരിന് താല്പര്യമില്ലെങ്കിൽ ഈ നാടിനോടുള്ള സർക്കാരിന്റെ ആറ്റിറ്റ്യൂഡാണ് അത് കാണിക്കുന്നത്. എന്താണ് സർക്കാർ ഈ നാടിനെ പറ്റി ആലോചിക്കുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ പ്രിയപ്പെട്ട മോഹൻചാൻ, ഇതിനെക്കുറിച്ച് ഞാൻ പലതവണ പറഞ്ഞ് മടുത്ത് എന്റെ ആ വീഡിയോ കണ്ടിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ഉപവാസം ഇരിക്കാൻ പോവാണ് മോനെ എന്ന് പറഞ്ഞു. പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന മോഹൻചാൻ കൊടുക്കുക. കാഞ്ഞിരത്തമ്മൂട് പയ്യപ്പാടി വെണ്ണിമല റോഡിന് 2 വർഷം മുമ്പ് 5 കോടി രൂപ അനുവദിച്ചിട്ടും ഇതുവരെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് മെമ്പർ ശ്രീ മോനിച്ചൻ കുറ്റിപ്പുറം 12 മണിക്കൂർ പയ്യപ്പാടി കവലയിൽ ഉപവാസ സമരം ഇരിക്കുകയാണ്. ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മനാണ്. അപ്പൊ നമുക്ക് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോവാം. ഇവിടുത്തെ ജനങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പിരിച്ചെടുത്ത 740 കോടി രൂപ കോടിയെ വിറ്റും സാധാരണക്കാർ നൽകിയ പണമാണ് സാർ. പാവപ്പെട്ടവർക്ക് പണമാണ് സാർ. പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുവാൻ പാവപ്പെട്ടവർ നൽകിയ പണമാണ് സാർ. ആ പണം 1 വർഷമായി അവിടെ ഇരിക്കുമ്പോഴാണ് 9,000 രൂപ ഈ ദുരിത ബാധിതർക്ക് സമരം ചെയ്യുന്നത്. ജീവനക്കാർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന തൊഴിലാളികൾക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് നമ്മുടെ അനുശ്വരനായ സമാനത്തിനായ MLA ശ്രീ ചാണ്ടി ഉമ്മൻ അവർ കടന്നു വന്നിരിക്കുകയാണ്. ഈ നിരാഹാര സമരത്തിൽ ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി പുതുപ്പള്ളിയുടെ സമാനാധികാര നേതാവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ഔട്ട്റീച്ച് ചെയർമാനുമായ ശ്രീ ചാണ്ടി ഉമ്മൻ അവർ കടന്നു വന്നിരിക്കുകയാണ്. ഈ നിരാഹാര സമരത്തെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം സമരപടനായ ശ്രീ മോനിച്ചൻ കുറ്റിപ്പുറത്തിന് ഷാൾ അണിയിച്ചുകൊണ്ട് ആദരവർപ്പിക്കുകയാണ്. സമരപടനായ മോനിച്ചൻ കുറ്റിപ്പുറത്തിന് ഷാൾ അണിയിച്ചുകൊണ്ട് ആദരവറിയിക്കുകയാണ്. സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചാണ്ടി ഉമ്മൻ അവർ 2 വാക്ക് സംസാരിക്കുന്നു. അങ്ങനെ വിളിക്കയ സംഭവം അദ്ദേഹം അറിയുന്നത്, കേൾക്കുന്നത്, കാണുന്നത്. അദ്ദേഹം അത് കണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ല. അവിടെ ഒരു സ്ത്രീ, ഒരു വീട്ടമ്മ, ദരിദ്രയായി കൂലിവേലയെടുത്ത് ജീവിക്കുന്ന പാവപ്പെട്ട ഒരു വീട്ടമ്മയുടെ തലയിലേക്കാണ് ഇടിഞ്ഞു വീണത്. അവർ മരണത്തിന് അടിമപ്പെട്ടു. അങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ ആ കെട്ടിടം ഇടിഞ്ഞു വീണതിന് അടിയിൽ കിടക്കുമ്പോഴും നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മന്ത്രിമാർ അതുകൊണ്ട് ഞങ്ങളത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടേക്ക് ആളുകൾ കയറേണ്ട യാതൊരു കാര്യവുമില്ല. പക്ഷേ യാഥാർത്ഥ്യമതായിരുന്നു പോകുവാനും ആ ശവശരീരത്തിൽ റീത്ത് വയ്ക്കാൻ കഴിയാതെ പോയി. നിങ്ങൾ എങ്ങനെ ജനവിരുദ്ധരായി മാറി? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിലേക്ക് പെരുമാറാൻ കഴിയുക? ദാരുണമായ ഒരു മരണം, അത് ഗവൺമെന്റിന്റെ അനാസ്ഥയുള്ളതായ ഒരു മരണം. ആ മരണം സംഭവിച്ച ത്രിതല പഞ്ചായത്തുകളിൽ മാത്രമല്ല, ത്രിതല പഞ്ചായത്തിന് അനുവദിക്കപ്പെട്ട എല്ലാ ഫണ്ടുകളും വെട്ടിക്കൂന്നിലൊന്നായി വെട്ടിക്കുറച്ചിരിക്കുന്നു. അല്ല എന്ന് ഞങ്ങളെ വെല്ലുവിളിക്കാൻ പോണ്ട എത്ര കമ്മ്യൂണിസ്റ്റുകാരുണ്ടോ നമ്മുടെ നാട്ടിൽ വെല്ലുവിളി ഉയർത്തുകയാണ്. ആ കാര്യത്തിൽ വെല്ലുവിളി ഉയർത്തുകയാണ് ഞങ്ങൾ ഈ നാട്ടിൽ. പുതുപ്പള്ളിക്ക് നമുക്ക് നഷ്ടപ്പെട്ട നേതാവ്, ആ നേതാവ് പുതുപ്പള്ളിയിൽ പുനർജനിക്കുമെന്ന് അധികം ആവേശത്തോടുകൂടി പുതുപ്പള്ളിയിലെ 8 പഞ്ചായത്തുകൾ, നിയോജകമണ്ഡലത്തിലെ 8 പഞ്ചായത്തിലെ ഓരോ വാർഡിലും ഞാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. എനിക്കെന്ന് അഭിമാനം തോന്നുകയാണ്. തീർച്ചയായും ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം നടത്തിയതിനേക്കാൾ എത്ര ജനകീയമായ പരിപാടികളെ തീർത്തുകൊണ്ടാണ് ശ്രീ ചാണ്ടി ഉമ്മൻ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 2 ദിവസക്കാലമായി മാത്രമല്ല, അതിനു മുമ്പ് ജനകീയ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ ആ പ്രശ്നങ്ങളുടെ മുമ്പിൽ നെഞ്ചുയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പോകുന്ന തന്റേതായ ഒരു ജനപ്രതിനിധിയായി ശ്രീ ചാണ്ടി ഉമ്മൻ ഇന്ന് കേരളത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. യാതൊരു സംശയവുമില്ല. ഞങ്ങൾ നിങ്ങൾക്ക് ഈ രാജ്യത്തെ ജനതയോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പരിപൂർണമായി സംരക്ഷിക്കുകയാണ്.
എന്നാൽ ഞങ്ങൾ പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ കുറവ് പരിഹരിക്കുവാൻ മറ്റൊരു ഉമ്മൻചാണ്ടിയെ ഇതാ പുതുപ്പള്ളിക്കാർക്ക് നൽകുന്നു എന്നാണ് ഞാൻ അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ പ്രചരണ വേദികളിൽ ഉയർത്തിൽ പറഞ്ഞത്. അതിന് ശ്രീ ചാണ്ടി ഉമ്മൻ തന്നെ പ്രവർത്തന പദത്തിൽ കൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അന്ന് ഇദ്ദേഹത്തോട് സൂചിപ്പിച്ചു, സാർ മറ്റെല്ലാ എംഎൽഎമാർക്കും 5 വർഷം കണ്ടു കാലാവധി, അങ്ങേക്ക് കേവലം 2.5 വർഷമാണ് കാലാവധിയുള്ളത്. ഈ 2.5 വർഷക്കാലം കൊണ്ട് ശ്രീ ചാണ്ടി ഉമ്മൻ 5 വർഷക്കാലത്തെ എംഎൽഎമാരെ പുറകിലാക്കാൻ കഴിയുന്ന പ്രവർത്തനം താങ്കളുടെ ഭാഗത്തുണ്ടാകും എന്ന് അന്നേ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ശ്രീ ചാണ്ടി ഉമ്മൻ മുന്നേറുകയാണ്. എല്ലാ നമ്മുടെ നഷ്ടപ്പെട്ട നമ്മുടെ നേതാവിന്റെ എല്ലാ തരത്തിലുള്ള ജനസേവനങ്ങളും അദ്ദേഹം പുറത്തെടുത്തുകൊണ്ടാണ് നമ്മളെ സേവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ശ്രീ ചാണ്ടി ഉമ്മന് അനുസൂതം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതീതവുമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ സാമർക്കി 2 വാക്ക് നിങ്ങളോട് സംസാരിക്കും. ഈ സമരവുമായി ഇവിടെ വന്നപ്പോൾ നമുക്കെല്ലാം കാണാം, ഈ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പോയി കിടന്ന ഒരു വഴിയാണ് ആ കാഞ്ഞിരത്തമ്പുഴ ഭാഗത്ത്. ആ വഴിക്ക് MLA ഫണ്ട് അനുവദിച്ചെന്ന് പറഞ്ഞ് ഇപ്പൊ ഈ നാണയില്ലാത്ത വർഗ്ഗ ഇവിടെ പോസ്റ്റർ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇവന്മാർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ? കഴിഞ്ഞ 4 വർഷക്കാലമായി ഇവിടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് എവിടെയാണ് ഭരിക്കുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വഴികളും ഈ എല്ലാ ഇടവഴികളും കോൺക്രീറ്റ് ചെയ്ത മുഴുവൻ വഴികളും പോലെ സ്ട്രീറ്റ് ഇല്ലായിട്ട് നമ്മൾ ഭംഗിയായി ആ ഭരണം അവസാനിപ്പിച്ച് LDF-ലേക്ക് ഭരണം കിട്ടിയപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞ് വഴിയായ വഴി മുഴുവൻ വെട്ടിപ്പിടിച്ചിട്ട് ആർക്കും വെള്ളവും കിട്ടിയിട്ടില്ല, വഴി നന്നാക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു ഭരണമാണ് ഇവിടെ ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്. ആ പഞ്ചായത്താണ് MLA ഒരു വഴിക്ക് അനുവദിച്ചെന്ന് പറഞ്ഞ് പോസ്റ്റർ വെച്ചിരിക്കുന്നത്. എന്നാണ് ആണക്കെട്ട് ഏർപ്പാട്. എന്താണെങ്കിലും ഈ പയ്യപ്പാടി കവലയിൽ മോനിറ്ററിന്റെ ഈ സമരം ഒരു തുടക്കം മാത്രമാണ്. ഈ മുമ്പോട്ടുള്ള സമയങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരങ്ങൾ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിനും അപ്പോൾ LDF-നും എതിരെയുള്ള സമരങ്ങൾ ആരംഭിക്കാൻ പോണ്. അതിന് തുടക്കം കുറിച്ചുകൊണ്ട് ശ്രീ മോനിറ്റർ കുറ്റിപ്പുറം നടത്തുന്ന ഈ ഉപവാസത്തിന് എല്ലാവിധമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നമ്മുടെ ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ബഹുമാനായ MLA ശ്രീ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മനെ ക്ഷണിച്ചുകൊള്ളു. ഈ ഉപവാസ സമരത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട സ്ഥാപിക്കാൻ പ്രിയപ്പെട്ട സമര നായകൻ പ്രിയങ്കരനായ ശ്രീ മോനിച്ചൻ അവർ, പ്രിയങ്കരനായ സാമർക്കി, പ്രിയപ്പെട്ട CMD-യുടെ നേതാവ് ഏറ്റവും പ്രിയപ്പെട്ട തമ്പിച്ചേട്ടൻ, പ്രിയപ്പെട്ട റാഷകൻ, പ്രിയപ്പെട്ട ജസ്റ്റിൻ, പ്രിയപ്പെട്ട അജിത്ത്, പ്രിയപ്പെട്ട തോമസ് ശരീരൻ അവർ, പ്രിയപ്പെട്ട വിനു, പ്രിയപ്പെട്ട രാധാകൃഷ്ണേട്ടൻ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട പുതുപ്പള്ളിയുടെ പ്രതിപക്ഷ നേതാവ് വിളിച്ചിരിക്കുന്നു. അത് പഞ്ചായത്തിന്റെ പ്രതിപക്ഷ നേതാവ്. എന്താണ് VD സതീശൻ തിരുവനന്തപുരത്ത്, പുതുപ്പള്ളി പുള്ളി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനൊരു സമരം ചെയ്യേണ്ടി വരുന്നത് തന്നെ ഞങ്ങൾക്കൊരു നാണക്കേട്. ഒരു റോഡ് നന്നാക്കാൻ പല തവണ ആവശ്യപ്പെട്ടു. ഇത് നന്നാക്കുന്നില്ല എന്ന് കണ്ടിട്ട് MLA-യുടെ പ്രത്യേക റിക്വസ്റ്റ് പ്രകാരം ബഡ്ജറ്റിൽ 5 കോടി അനുവദിച്ചു. 5 കോടി കിടക്കുക. ആ 5 കോടി ഉപയോഗിക്കാതിട്ടിരിക്കുക. ഇത് പുതുപ്പള്ളി മാത്രമേ നടക്കുന്നുള്ളൂ. ആ 5 കോടി ഉപയോഗിക്കാതെ റോഡ് നന്നാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാം, ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു വഴി കൂടിയാണ്. ഈ 24-ന് അവിടുത്തെ പാവാണ്. ഞാൻ ഇന്നലെ അതിന്റെ മീറ്റിംഗ് കൂടിയതേ ഉള്ളൂ. 80,000 തൊട്ട് 1 ലക്ഷം ആൾക്കാരാണ് വരാൻ പോകുന്നത്. ഈ റോഡിലൂടെ പോകുമ്പോൾ ഇതിന് ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞു എന്ന് പറയുമല്ലോ. ഈ റോഡിലൂടെ പോകുമ്പോൾ എന്തായിരിക്കും അവർ ചിന്തിക്കുക? ഇവിടെ MLA ഉണ്ടോ? ഇവിടെ പഞ്ചായത്തുണ്ടോ?
ഇവിടെ ജില്ലാ പഞ്ചായത്ത് ഉണ്ടോ എന്നുള്ള ചോദ്യം ഈ പോകുന്നവർ തന്നെ ചിന്തിക്കത്തില്ലേ? പലതവണ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. ഞാൻ MLA ആയതിനു ശേഷം സ്ഥിരമായി ഉദ്യോഗസ്ഥന്മാരെ മീറ്റിംഗ് കൂടും, അതിനു മുമ്പ് കൂടും. പക്ഷെ MLA അതിനെ പങ്കെടുക്കുന്നത് വിരളമായിരുന്നു. ഇത് ഞാൻ തന്നെ വന്ന് പങ്കെടുക്കുകയാണ്. ഞാനിപ്പോ ആലോചിക്കുന്നത് പങ്കെടുക്കേണ്ട എന്താ കാര്യം? പങ്കെടുത്ത ഉത്തരവാദിത്വം എനിക്ക്. പങ്കെടുത്താലും പങ്കെടുത്തില്ലേലും ഈ റോഡ് ഇങ്ങനെ കിടക്കുക. ഇവിടെ നാളെ ഒരു അപകടം സംഭവിച്ചെന്ന് വെച്ചു, അപകടം സംഭവിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയെന്ന് വെച്ചു, സങ്കല്പിച്ചാൽ മാത്രം മതി. അപ്പോഴും എന്ത് പറയും സർക്കാർ? ആ പുള്ളി അവിടെ വരാൻ പാടില്ല. പുള്ളി വന്നുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത്. ആ വ്യക്തി അവിടെ വന്നില്ലാതെ അവിടെ നിൽക്കും. അങ്ങനെ റോഡേ അവിടെ ഇല്ലായിരുന്നു. ആ റോഡ് ഉപയോഗശൂന്യമായ റോഡായിരുന്നു, ഒഴിപ്പിച്ച റോഡാ. അവിടെ കൂടെ വണ്ടികൾ പോകുന്നില്ലായിരുന്നു. ഈ പുള്ളി മാത്രം ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചപ്പോൾ പോയത്. ഈ പുള്ളി മാത്രം ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു പോയതാ. ആ നാട്ടുകാരും ആ റോഡേ ഉപയോഗിക്കുന്നില്ലായിരുന്നു. അതായിരിക്കും സർക്കാർ പറയുന്നത്. ഞാൻ എന്റെ അനുഭവം വെച്ച് പറയുക. കഴിഞ്ഞ ദിവസം ഞാൻ ആശുപത്രി നിങ്ങളെല്ലാം കണ്ടു, മെഡിക്കൽ കോളേജിൽ ചെന്നു. മെഡിക്കൽ കോളേജ് ദിവസവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബാത്റൂം, ആ ബാത്റൂം ഇടിഞ്ഞ് ഒരാൾ മരിച്ചു. ഇപ്പൊ പറയുന്നത് ആ ബാത്റൂമിൽ ആ വ്യക്തി മാത്രമേ പോയിട്ടുള്ളൂ, വേറെ ആരും പോയിട്ടില്ല. അത് ഉപയോഗിക്കുന്നില്ലായിരുന്നു, അത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു, സാധനം കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലമായിരുന്നു. ഇങ്ങനെ ഉപയോഗശൂന്യമായ സ്ഥലത്ത് ഒരു അപകടം നടന്ന ഞങ്ങളൊക്കെ ഉത്തരവാദി. ഈ റോഡിന്റെ കാര്യത്തിൽ അതാ പറയുമ്പോൾ ഞാനിത് മുൻപടി പറയാ. ടാക്സികൾ വരാൻ പോകുന്ന ടാക്സികൾ ആ റോഡ് ഉപയോഗിക്കുന്നേ ഇല്ലായിരുന്നു. അങ്ങനെ റോഡേ ഇല്ലായിരുന്നു. ആ റോഡ് ഉണ്ടേ തന്നെ ആരും ഉപയോഗിക്കുന്നില്ലായിരുന്നു. കാരണം ആൾക്കാർക്ക് ആ വഴി പോകുന്ന ഇഷ്ടമല്ലായിരുന്നു. അതിന് പോയില്ലായിരുന്നെങ്കിൽ ഇതാണ് ഈ സർക്കാരിന്റെ നിലപാടെങ്കിൽ ഇത് സമരത്തിന്റെ തുടക്കം മാത്രമാണ് എന്ന് എനിക്ക് പറയേണ്ടി വരും. ഇതാണ് നിലപാടെങ്കിൽ ഇനി അടുത്ത വഴി തടഞ്ഞുകൊണ്ടുള്ള സമരമാണ്. ഇത് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, നമ്മുടെ നാടിന് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായേക്കാം. പക്ഷെ ഇതല്ലാതെ മാർഗമില്ല. ഇവിടെ വഴി തടഞ്ഞു അല്ലെങ്കിൽ ധർമ്മ ചെയ്തു, സമരങ്ങൾ നടക്കാൻ പോവുകയാണ്. ഈ റോഡ് പുതുപ്പള്ളിയുടെ അഭിമാനമായ ഒരു ക്ഷേത്രം ഇരിക്കുന്ന, ഈ നാടിന്റെ അനുഗ്രഹമായ ഒരു ക്ഷേത്രം ഇരിക്കുന്ന, ഈ നാടിന് വേണ്ടി ഉള്ളൊരു ക്ഷേത്രമാണ് അവിടെ ഇരിക്കുന്ന. ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഇങ്ങനെ 5 കോടി കൊടുത്തിട്ടും നടപ്പിലാക്കുവാൻ സർക്കാരിന് താല്പര്യമില്ലെങ്കിൽ ഈ നാടിനോടുള്ള സർക്കാരിന്റെ ആറ്റിറ്റ്യൂഡാണ് ഇത് കാണിക്കുന്നത്. എന്താണ് സർക്കാർ ഈ നാടിനെ പറ്റി ആലോചിക്കുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ പ്രിയപ്പെട്ട മോഹൻചാൻ ഇതിനെക്കുറിച്ച് ഞാൻ പലതവണ പറഞ്ഞ് മടുത്ത് എന്റെ ആ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഉപവാസം ഇരിക്കാൻ പോവാണ് മോനെ എന്ന് പറഞ്ഞു. പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന മോഹൻചാൻ കൊടുക്കുക. അതൊരു മെമ്പർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതാ, നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. അപ്പോഴും ഞാൻ പറഞ്ഞു, വേണ്ട, നിങ്ങള് സൈഡല്ലേ, നടക്കൂടല്ലോ. പുതുപ്പള്ളിയിലെ റോഡ് കണ്ടാൽ നടുക്കൂടെ ആ ജനജീവൻ എടുത്തെന്ന് തോന്നും. സൈഡ് കുഴപ്പമില്ല, നടുക്കാണ്. നടുക്കൂടെയാണ് ജനജീവൻ പൈപ്പിടുന്നത്. അതുകൊണ്ട് നടുക്ക് മൊത്തം കുഴിയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞു, നടുക്കത്തെ പോർഷൻ ഞാൻ അടച്ചോളാം. MLA എന്ന നിലയ്ക്ക് അനുമതി നൽകണമെന്ന് പറഞ്ഞ് ഞാൻ കത്ത് കൊടുത്തു. കത്തിന് മറുപടി കിട്ടിയിട്ടില്ല. ഞാൻ വിളിക്കാൻ പോവുകയാണ് വീണ്ടും. 24 മുന്നേ അല്ലെങ്കിൽ 20 മുന്നേ എങ്കിലും ഇത് ചെയ്തില്ലെങ്കിൽ നമുക്കത് ചെയ്യേണ്ടി വരും. സർക്കാർ താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ ചെയ്തോളാം. ഞാൻ അങ്ങനെ ഒരു റോഡ് ചെയ്യിച്ച ഏതാ വാത്താനം കൈതേപ്പാലം ഞാലിയാകുഴി ആ റോഡ്. പക്ഷെ ഇപ്പൊ എന്താ രസമെന്ന് അറിയാമോ? ആ റോഡ് ഇപ്പൊ പൊളിഞ്ഞു തുടങ്ങി. ഈ റീകാർ ചെയ്ത് ദിവസം 3 ദിവസം ആ റോഡ് ഇപ്പൊ പൊളിയാൻ തുടങ്ങി. ഓർത്തു നോക്കണം, എത്രയായി? ഒരു 4 ആഴ്ചയായിരുന്നു. 1.5 മാസം മുമ്പ് റീകാർ ചെയ്ത റോഡ് പൊളിഞ്ഞെങ്കിൽ എത്ര മനസ്സോടുകൂടിയാണ്, എത്ര ടാർ ഒഴിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ആ മെഡിക്കൽ കോളേജിൽ പോയി കാണണം കേട്ടോ. ഇത് റോഡിനെ കാട്ടി മോശം. അവിടെ ആ മെഡിക്കൽ കോളേജിൽ 12ാം വാർഡിൽ ഞാൻ ചെല്ലുമ്പോൾ 12ാം വാർഡിലെ ബാത്റൂം അടക്കം മൊത്തം തകർന്നിരിക്കുക. എപ്പോഴാണ് അത് പറഞ്ഞില്ല. മെൻസ് ഹോസ്റ്റലിലാണ്. ഇവിടുന്ന് ഞാൻ മെൻസ് ഹോസ്റ്റലിലേക്കാണ് ഞാൻ നേരെ പോകുന്നത്. ആ മെൻസ് ഹോസ്റ്റലും തകർന്നിരിക്കുക. ഇങ്ങനെ ആ മെഡിക്കൽ കോളേജിൽ തകരാൻ ബാക്കിയൊന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരു ബോർഡ് ഞാൻ വരുമ്പോൾ കണ്ടു. ഞാനെന്തോ ഫണ്ട് അനുവദിച്ചു. ഫണ്ട് അനുവദിച്ചത് എന്റെ വീട്ടിലേക്കല്ല,
ഫണ്ട് അനുവദിച്ചത് വഴിക്ക. 2, റെസിഡന്റ് അസോസിയേഷൻ അവിടെ എത്ര പേര് താമസിക്കുന്നത് എനിക്കറിയാം. ആ റെസിഡന്റ് അസോസിയേഷൻ തന്ന റിക്വസ്റ്റ് പ്രകാരമാണ് വഴി അനുവദിച്ചത്. പോട്ടെ, അനുവദിച്ചു. ഇവിടുത്തെ പഞ്ചായത്ത് എന്ത് ചെയ്യുക? ഇവിടുത്തെ പഞ്ചായത്ത് എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ പഞ്ചായത്ത് എത്ര റോഡുകൾ, നിങ്ങൾ ഒരു വൈറ്റ് പേപ്പർ പുറപ്പെടുവിക്കണം, എത്ര റോഡുകൾ ഇവിടുത്തെ പഞ്ചായത്ത് നന്നാക്കി? ഇവിടെ ഈ റെസ്റ്റോറേഷൻ സെൽഫായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഈ റോഡുകൾ തകർത്തതിന് ഉത്തരവാദിത്വം പഞ്ചായത്തിനല്ലേ? ആ പഞ്ചായത്ത് എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? എന്തുകൊണ്ട് റിസ്റ്റോർ ചെയ്യുന്നില്ല? നിങ്ങൾ ഏറ്റെടുത്ത റെസ്റ്റോറേഷനാ. ആ റെസ്റ്റോറേഷൻ ഏൽക്കാൻ നിങ്ങൾ തയ്യാറാവാത്തത് എന്താ? അതിനൊക്കെ ഉത്തരം കൂടി നിങ്ങൾ കൊടുക്കണം. ഉത്തരം കൊടുക്കാനുള്ള സമയമായി വരിക. 5 വർഷം പിക്നിക്കിലായിരിക്കും. പിക്നിക്ക് അവസാനിക്കാറായി. 5 വർഷമായിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് പിക്നിക്കില്ല. ആ പിക്നിക്ക് അവസാനിക്കാറായി. ജനം ചോദിക്കാൻ പോവുകയാണ് എന്ത് ചെയ്തു എന്നുള്ളത്. ജനങ്ങൾ മുന്നിൽ പറഞ്ഞാൽ മതി. ഇനി ഞങ്ങളോടൊന്നും പറയണ്ട, ജനങ്ങളോട് പറഞ്ഞാൽ മതി. ഈ റോഡുകൾ തകർത്തിട്ടിരിക്കുന്ന 3 പഞ്ചായത്തുകൾ, മുന്നേ പറയുന്നു, എല്ലാം പറയുന്നില്ല. പുതുപ്പള്ളി, വാഴത്താനം, അതുപോലെ തന്നെ പാമ്പാടി. ഇത് ജലജീവൻ കഴിഞ്ഞാൽ സ്വയം റിസ്റ്റോർ ചെയ്യാൻ എഴുതി വെച്ചുകൊണ്ടാണ് ഈ റോഡുകളുടെ അവസ്ഥ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനും കൂടി ഉത്തരം പറയണം. ഈ ഫ്ലെക്സിനോടൊപ്പം ആ ഫ്ലെക്സോടെ വെക്കുക. എന്തുകൊണ്ട് സെൽഫ് റിസ്റ്റോർ ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ ആ തീരുമാനം നടപ്പാക്കാതെ എന്തുകൊണ്ടിരിക്കുന്നു? ഈ പഞ്ചായത്തിലെ എല്ലാ റോഡുകളും തകർക്കുവാനുള്ള ഉത്തരവാദിത്വം അവർക്കാണ്. അതുപോലെ തന്നെയാണ് PWDയുടെ അവസ്ഥയും. PWD ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ തയ്യാറില്ല. എല്ലാ ഉത്തരവാദിത്വവും മറ്റുള്ളവരിൽ ചാരുക. കഴിഞ്ഞ ദിവസം ഞാൻ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോ 2 മണിക്കൂറായിരുന്നു ആ ഒരു അപകടം നടന്നിട്ട്. ആ അപകടം നടന്നിട്ട് 2 മണിക്കൂറായിട്ടും അനങ്ങാതെ നിൽക്കുന്ന ഫയർഫോഴ്സ്. ഈ ഫയർഫോഴ്സ് എന്തിനാന്ന് എനിക്കിത് മനസ്സിലാവുന്നു. ഇവിടെ ഒരാൾ വെള്ളത്തിൽ വീണു, ഓർമ്മയില്ലേ? കുറച്ച് ഒരു 9 ദിവസം കഴിഞ്ഞാൽ കിട്ടിയത്, ഒരു മാസം മുന്നേ ഒരാൾ വെള്ളത്തിൽ വീണു. ഇവിടെ വന്നിട്ട് കരയിൽ തപ്പ്, വെള്ളത്തിൽ വീണ മനുഷ്യനെ കരയിൽ തപ്പുന്ന ഫയർഫോഴ്സിനെ കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. കരയിലാണോ തപ്പുന്നത്? വെള്ളത്തിൽ ഇറങ്ങണ്ടേ? അപ്പൊ പറയുന്നത് നാളെ രാവിലെ ഇറങ്ങാം. അപ്പൊ ഹോസ്പിറ്റലിൽ കണ്ടതും ഇവിടെ നമ്മളെ പുതുപ്പള്ളിയിലെ വെള്ളത്തിൽ വീണ ആളോട് കണ്ടതും ഒരേ ആറ്റിറ്റ്യൂഡാ. എന്തെങ്കിലും പറഞ്ഞാൽ സർക്കാരിന്റെ നയം, പിന്നെ ചെയ്യാം, പിന്നെ ആകട്ടെ. ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത്. ഇവിടുത്തെ പാവപ്പെട്ടവന്റെ ആശ്രയമായ മെഡിക്കൽ കോളേജിനെയാണ് നിങ്ങൾ തകർത്തിരിക്കുന്നത്. 300 രൂപ മേടിക്കുന്ന ആ കുടുംബത്തിന്റെ ഏക അത്താണിയായ അമ്മ, ആ അമ്മയ്ക്ക് കൊടുക്കേണ്ടി വരുന്നത് കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിൽ 3,40,000 രൂപയാണ്. എനിക്ക് സർക്കാരിനോട് പറയുന്നത്, ആ പാവപ്പെട്ട കുടുംബത്തോട് കരുണ കാണിക്കണം. ആ പാവപ്പെട്ട കുടുംബത്തിന്റെ ചികിത്സ നിങ്ങൾ ഏറ്റെടുക്കണം. ആ പാവപ്പെട്ട കുടുംബത്തിന് 25 ലക്ഷം രൂപ കൊടുക്കണം. ആ പാവപ്പെട്ട കുടുംബത്തിന് ആശ്രിത നിയമനം കൊടുക്കണം. താൽക്കാലികമായ ജോലിയല്ല, ആശ്രിത നിയമനം, മുഴുവൻ സമയ നിയമം കൊടുക്കണം. അതുപോലെ തന്നെ കുടുംബത്തെ ഉമ്മൻചാണ്ടി സർക്കാർ നിരവധി കുടുംബങ്ങളെ ഏറ്റെടുത്തതുപോലെ ആ കുടുംബത്തെ ഏറ്റെടുത്ത് അവരുടെ ചെലവ് നടപ്പിലാക്കണം. ഇനി ഞാൻ മന്ത്രിയുടെ രാജിയോ അല്ലെ ഒന്നും അവരെ ഉദ്യോഗസ്ഥരെന്ന് ഞാനിപ്പോ പറയുന്നില്ല. എന്റെ പാർട്ടിയുടെ നിലപാടാണ്. പക്ഷെ ഞാൻ പറയുന്നില്ല. കാരണം ആ കുടുംബത്തോട് കരുണ കാണിക്കാനും കരുണ കാണിക്കണം. എനിക്കത് മാത്രമേ ഈ ഗവൺമെന്റിനോട് പറയാനുള്ളൂ. പാവപ്പെട്ടവരോട്, ഇവിടുത്തെ സാധാരണക്കാരോട്, ഇവിടുത്തെ ഒന്നുമില്ലാത്ത നിരാശ്രയമായ ആ സ്ഥലത്തോട് നിങ്ങൾ കുറച്ചുകൂടി കരുതൽ കാണിക്കണം. വികസനവും കരുതലും കാണിച്ച ഒരു നേതാവിന്റെ മണ്ഡലത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വികസനവും വേണം, കരുതലും വേണം. ഇന്ന് വേൾഡ് ക്ലാസിന്റെ കഥ പറയുക. എന്ത് പറഞ്ഞാലും വേൾഡ് ക്ലാസ് ആണെന്ന് പറയുന്നത്. വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള നാടാണ്, വേൾഡ് ക്ലാസ് ഹെൽത്ത് ഫെസിലിറ്റിയാണ് എന്ന് പറയുന്ന സർക്കാരിനോട് എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ. വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ, ലോക നിലവാരമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആണ് നിങ്ങൾ ഹെൽത്ത് എങ്കിൽ വേൾഡ് ക്ലാസ് നിയമവും വേണം. വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ ആണല്ലോ നിങ്ങൾ പറയുന്നത്. ലോക നിലവാരം പെടുത്തുന്നു, യൂറോപ്യൻ നിലവാരം പെടുത്തുന്നു. അങ്ങനെയാണെങ്കിൽ യൂറോപ്യൻ നിലവാരം പെടുത്തുന്ന നിയമം വേണം. എന്താണ് യൂറോപ്യൻ നിലവാരമുള്ള നിയമം? യൂറോപ്യൻ നിലവാരമുള്ള നിയമം എന്ന് പറഞ്ഞാൽ 1 കോടി രൂപയെങ്കിലും കൊടുക്കണം. ഞാൻ 25 പറഞ്ഞുള്ളൂ. ലോക നിലവാരം നോക്കിയാൽ 1 കോടി രൂപയെങ്കിലും ആ അമ്മയ്ക്ക് കൊടുക്കണം. ഓർത്ത് നോക്കിയ അമ്മ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആക്സിഡന്റ് ആയിരുന്നെങ്കിൽ 1,000 രൂപ കൊടുക്കുന്നു. ഇപ്പൊ സർക്കാരിന്റെ കെട്ടിടത്തിൽ, സർക്കാരിന്റെ ഒരു ഉത്തരവാദിത്വത്തിൽ ആ അമ്മ മരിക്കുമ്പോൾ
ഞങ്ങൾ 25 ലക്ഷം പറയത്തുള്ളൂ. പക്ഷെ നിങ്ങൾ പറയുന്ന വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡ് സപ്ലൈ ചെയ്താൽ 1 കോടി രൂപ കൊടുക്കണം. തയ്യാറുണ്ടോ സർക്കാർ? അതാണ് ചോദിക്കുന്നത്. 25 ലക്ഷം രൂപ മിനിമമാണ് ഞങ്ങൾ പറയുന്നത്, മിനിമം. അതുകൊണ്ട് ഈ നാടിനെ സംരക്ഷിക്കുവാൻ, ചേർത്ത് പിടിക്കുവാൻ, കൂടുതൽ സെൻസിറ്റീവ് ആകുവാൻ ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ രാഷ്ട്രീയം നാടരുത്. എല്ലാ കാര്യത്തിലും ഈ റോഡിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഇവിടെ വസിക്കുമ്പോൾ അത് രാഷ്ട്രീയം നാടരുത്. ഇവിടുത്തെ സാധാരണക്കാരന്റെ വികസനം എന്ന് പറഞ്ഞാൽ ഈ റോഡ് നന്നായി കിടക്കുന്നതാണ്. ഇവിടുത്തെ പാവപ്പെട്ടവരുടെ വികസനം എന്ന് പറഞ്ഞാൽ അവൻ സ്കൂട്ടർ ഓടിച്ചും ഓട്ടോ ഓടിച്ചും അതുപോലെ തന്നെ കാറിലൂടെയൊക്കെ പോകുമ്പോൾ അവന് പറ്റുന്ന ഒരു റോഡ് ഉണ്ടാവണം. അത് അത്രമാത്രം മതി ഇവിടുത്തെ വികസനം. ആ വികസനത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ മെമ്പർ ഇവിടെ നിരാഹാരം ഇരിക്കുന്നത്. ആ വികസനം നടപ്പിലാക്കുവാനാണ് ഞങ്ങളിവിടെ ദിവസവും ഇവിടുത്തെ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുന്നത്. ആ വികസനം നടപ്പിലാക്കുവാൻ വേണ്ടിയാണ് ഇവിടുത്തെ സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ആ വികസനം നടപ്പിലാക്കുവാനാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നത്. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ വ്യക്തിയെ ഒന്ന് കാണുവാൻ പോലും മനസ്സ് കാണിച്ചില്ല എന്നുള്ളത് ഞങ്ങൾക്കെല്ലാം വിഷമം നൽകുന്ന ഒരു സാഹചര്യമാണ്. കോട്ടയത്ത് നടന്നൊരു സാഹചര്യത്തിൽ, ഒരു സംഭവത്തിൽ മുഖ്യമന്ത്രി ഉണ്ടായിട്ടും ആ ഹോസ്പിറ്റൽ വരെ പോയിട്ടും ആ കുടുംബത്തെ ഒന്ന് കാണുവാൻ അദ്ദേഹം മനസ്സ് കാണിച്ചില്ല എന്ന് പറയുമ്പോൾ കോട്ടയത്തിന് മറ്റൊരു ചരിത്രമാണ്, മറ്റൊരു മുഖ്യമന്ത്രിയുടെ ചരിത്രമാണ്, മറ്റു മുഖ്യമന്ത്രിമാരുടെ ചരിത്രമാണ് കോട്ടയത്തിന് പറയാനുള്ളത്. രാവിലെ 9 മുതൽ രാത്രി 5 പിറ്റേ ദിവസം പുലർച്ചെ 5 മണി വരെ ജനസമ്പർക്ക പരിപാടി നടത്തിയ ഒരു മുഖ്യമന്ത്രിയുടെ ചരിത്രമാണ് കോട്ടയത്തിന് പറയാനുള്ളതെങ്കിൽ ഇന്നത്തെ മുഖ്യമന്ത്രി ഒരു പുതുചരിത്രം സൃഷ്ടിച്ചു. ആ കുടുംബത്തെ ഒന്ന് കാണുവാൻ പോലും മനസ്സ് കാണിച്ചില്ല. കോട്ടയം തിരിച്ചറിയുമെന്ന് മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും മനസ്സിലാക്കിക്കൊള്ളൂ. നിങ്ങളും പഴയ മുഖ്യമന്ത്രിയും പഴയ UDFന്റെ മുഖ്യമന്ത്രിമാരുമായിട്ടുള്ള വ്യത്യാസം കോട്ടയം തിരിച്ചറിയുന്നു. അതാണ് ഇന്ന് കോട്ടയത്തും കേരളമൊട്ടുക്കാകെ കോട്ടയത്തെ സംഭവത്തെ തുടർന്ന് നടക്കുന്ന ഓരോ വിഷമങ്ങളും. പലരും എന്നെ വിളിച്ച് പലതും പറയുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിനെ കുറിച്ച് മെൻസ് ഹോസ്റ്റലിൽ നിന്ന് പല പ്രാവശ്യം വിളിച്ചു. ENT വാർഡിൽ നാൾ വിളിച്ചു. ഇടുക്കിന്ന് വന്നൊരാൾ പറഞ്ഞു, ഞാൻ രാവിലെ 9 മണിക്ക് വന്ന എനിക്ക് രാത്രി 9 മണിക്കാണ് മരുന്ന് വന്ന് സ്ട്രോക്ക് വന്നിരിക്കുന്നത്. ഞാൻ എന്നെ 12 മണിക്കൂറാണ് ഇരിക്കുന്നത്. ഓരോരുത്തരുടെയും അനുഭവങ്ങൾ അവർ പങ്കുവെക്കുകയാണ്. അടുത്തൊരാൾ വന്ന് പറഞ്ഞു, എന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ഇല്ലായിരുന്നു, എന്നിട്ട് കീമോ കൊടുത്തു. അതിനാണ് വേൾഡ് ക്ലാസ് പറയുന്നത്. റബ്ബിച്ചേട്ടൻ പറയുന്നത് അഡ്വാൻസ് ചെയ്ത് നൽകി കൊടുക്കുക. ഇതൊരിക്കലും വരുത്തില്ലല്ലോ. അത് ആളുകാരുകയല്ല. ഇതാണ് വേൾഡ് ക്ലാസ് എങ്കിൽ കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് എനിക്ക് പറയേണ്ടി വരും. ഒന്നല്ല 2 പ്രാവശ്യം, 3ാമത്തെ പ്രാവശ്യം തെറ്റിയാൽ കേരളം കാണത്തില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് തെറ്റി പറ്റരുത്. നമ്മുടെ നാടിനെ സംരക്ഷിക്കുവാൻ, നമ്മുടെ നാടിന്റെ വികസനം ഉറപ്പാക്കുവാൻ ഒറ്റക്കെട്ടായി നിൽക്കാം. ഇവിടെ സമരം ചെയ്യുന്ന സമരനായകന് അഭിവാദ്യങ്ങൾ. ഏറ്റവും പ്രിയപ്പെട്ട മോനിച്ചേട്ടൻ ഇവിടുത്തെ മെമ്പറായിരിക്കെ നടത്തുന്ന വലിയ ഒരു സാഹസമാണ്. കാരണം ഇവർക്കെതിരെ സമരം നടത്തുന്ന ഒരു സാഹസം തന്നെയാണ്. ആദ്യം ചിലപ്പോൾ പ്രതിയായിരിക്കും. കഴിഞ്ഞ ദിവസം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആ കുടുംബം എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടുന്ന് ബോഡി കൊണ്ടുപോകാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞു, അത് ചെയ്യരുത്. ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് ഈ ആവശ്യങ്ങൾ ഉന്നയിക്കാം. ഈ ആംബുലൻസ് എടുക്കുന്നതിന് മുമ്പ് ഞാനത് പറയാം. നിങ്ങൾക്ക് ഇങ്ങനെ ആവശ്യം പറഞ്ഞു, പക്ഷെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കൊണ്ടുപോകണം എന്ന് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയാൻ വേണ്ടി നിന്നതും എന്റെ നേരെ അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വണ്ടി പാഞ്ഞെടുത്തു. 3 പ്രാവശ്യം പുള്ളി എടുത്തു. MLA നോക്കണ്ട, മനുഷ്യർ നിങ്ങൾ നോക്കാൻ മതി. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് അവരുടെ കണ്ണിൽ TP ഓർമ്മ വന്നു. എന്നെ കണ്ടപ്പോ TPയുടെ ഷേപ്പ് ഉണ്ടോ എന്നൊരു സംശയം. അത് 51 ആണെങ്കിൽ ഇതൊരു ആംബുലൻസിന്റെ രൂപത്തിലെ കാലനാണ്. പല രൂപത്തിൽ കാലിന് വരും. ഇന്നലെ തന്നെ പറഞ്ഞു, സ്ത്രീ കൊടുത്തു വരുന്നു, അല്ല സാരി കൊടുത്തു വരുന്നു. ഇങ്ങനെ ആംബുലൻസിന്റെ 3 പ്രാവശ്യം വണ്ടി എടുത്തു. 1 പ്രാവശ്യം എന്നെ ഇടിച്ചു. അവസാനം ഞാൻ കേസിൽ പ്രതിയായി. 1ാം പ്രതി. വേൾഡ് ക്ലാസ്. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ടൊന്നും ഞങ്ങളെ പേടിപ്പിക്കാന്ന് വിചാരിക്കേണ്ട. മോനിച്ചേട്ടൻ ഒന്നും കണ്ട് പേടിക്കരുത്. ചിലപ്പോൾ രാത്രി ചാത്തുനേരൊക്കെ നടന്നിരിക്കും. അതൊന്നും കണ്ട് പേടിക്കരുത്. ശക്തമായ സമരം തുടരണം. ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി അങ്ങ് നടത്തുന്ന ധീരമായ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
നിരാഹാരം ചെയ്യുന്നതാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ സാബു പറമ്പൻ അവർ നമ്മുടെ ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുന്ന ഈ ജലജീവൻ മിഷൻ പദ്ധതി ആരംഭിച്ച ഈ 4.25 വർഷം ഈ പദ്ധതിയുമായിട്ടുള്ള പ്രവർത്തനം എന്ന പദ്ധതി സെൻട്രൽ ഗവൺമെന്റ് വിഭാവനം ചെയ്ത് ഇന്ത്യ ഒട്ടാകെ എല്ലാ പഞ്ചായത്തുകളിലും നടത്തി വരികയാണ്. എന്നാൽ ഈ ജലജീവന്റെ പദ്ധതി കേരളത്തിൽ ഈ 4.25 വർഷമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ആയില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഈ ജലജീവൻ മിഷന്റെ പദ്ധതിയുമായിട്ട് അതോടനുബന്ധിച്ച് ഗ്രാമീണ റോഡുകളും PWD റോഡുകളും പരിപൂർണമായി തകർക്കുവാനാണ് ഈ ജലജീവൻ മിഷന്റെ പദ്ധതിയുമായിട്ട് ഉണ്ടായത് എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. വെളിവും വെള്ളിയാഴ്ചയുള്ള ഒരെണ്ണമെങ്കിലും പുതുപ്പള്ളി പഞ്ചായത്തിന്റെ ഭരണസമിതിയിൽ ഈ CPMന്റെ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ഈ പുതുപ്പള്ളിയിലെ പഞ്ചായത്ത് റോഡുകൾ ഈ പരുവത്തിൽ കിടക്കുന്നില്ലായിരുന്നു. അതിന് MLA പഴിയാരിട്ട് കിട്ടിയില്ല. MLA അദ്ദേഹത്തിന് ചെയ്യാവുന്ന ബഹുഭൂരിപക്ഷം കാര്യങ്ങൾ റോഡിന്റെ കാര്യത്തിലാണെങ്കിലും 24x7 എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ജലജീവൻ പദ്ധതി വന്നപ്പോ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ ഗ്രാമീണ റോഡുകൾ പൊട്ടിച്ചാൽ അത് തിരിച്ചു കോൺക്രീറ്റ് ചെയ്തു തരണം എന്ന രീതിയിലുള്ള എഗ്രിമെന്റ് വെക്കേണ്ടതിന് പകരം പഞ്ചായത്ത് ചെയ്തോളാമെന്നുള്ള രീതിയിൽ പോയാണ് എഗ്രിമെന്റ് ഒപ്പിട്ടെ. അത് ആരുടെ കുറ്റ? MLA കുറ്റാണോ? അതാണ് ഞാൻ പറഞ്ഞത്. ആരെങ്കിലും ഈ ഒരു പ്രസ്ഥാനങ്ങളിൽ ഉള്ളവര് വിവരമുള്ളവരുണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നു. പഴയ പഞ്ചായത്ത് മെമ്പർമാർ വരെ ഈ CPMന്റെ ഇതിനകത്തുണ്ടായിരുന്നു. അവരെ ഒന്നും പോലും ഈ കാര്യം അറിയിച്ചില്ല. അതിന്റെ കാര്യം എന്നറിയോ? അവർ തമ്മിലുള്ള പഠനപ്പെടണം. ആ പഠനപ്പെടൽ കാരണം ആ പഴയ മെമ്പറെ ഒന്നും അതിന്റെ ഏതൊന്നും കഴിപ്പിച്ചിട്ടില്ല. അങ്ങനെ തോന്നിവാസം കാണിച്ചതിന്റെ ഫലം അനുഭവിക്കുന്ന ആരാ? പുതുപ്പള്ളി പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾ. കാരണം മുഴുവൻ ഗ്രാമീണ റോഡുകളും നമുക്ക് നോക്കിയാൽ അറിയാം, പകുതി ഭാഗമില്ല. പകുതി ഭാഗം പൂർണ്ണമായിട്ട് പൊട്ടിച്ച് പൈപ്പിട്ടിരിക്കുക. ഇത് തിരിച്ച് കോൺക്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എത്ര ശ്രമകരമായ കാര്യമാണ്. പഞ്ചായത്തിന് തനത് ഫണ്ടുണ്ടോ? പഞ്ചായത്തിന് തനത് ഫണ്ട് ഈ കഴിഞ്ഞ 4.25 വർഷത്തിനുള്ളിൽ ഏകദേശം 1.5 കോടി രൂപ FD അടക്കം ഉണ്ടായിരുന്നു. അതിപ്പോ കുത്തിപ്പൊട്ടിച്ച് ഒന്നുമില്ലാതാക്കിയിരിക്കുകയാണ്, ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് അവസാനം ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഒന്നും കാണത്തില്ലാത്ത അവസ്ഥ അതും ആക്കിയിരിക്കുകയാണ്. മുമ്പേ ഞാൻ പറഞ്ഞാണ്, PWD റോഡുകൾ പൊട്ടിക്കുന്നതിന് മുമ്പായിട്ട് പൂർണ്ണമായിട്ടും തുക PWD വാങ്ങിയിരിക്കുന്നുണ്ട്. ഈ റോഡുകൾ ഈ രീതി കുത്തിപ്പൊടിച്ചിരിക്കുന്ന PWD റോഡുകൾ പോയിരിക്കുന്നെങ്കിൽ അതിന്റെ ഫണ്ട് അവർ മേടിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൽ ഒരു സാധാരണ വ്യക്തി ഒരു പൈപ്പ് ലൈൻ എടുക്കാൻ വേണ്ടി റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ 2000 രൂപ പഞ്ചായത്തിന് അടച്ചിട്ടാണ് അവൻ ആ കണക്ഷൻ കൊടുക്കുന്നത്. തിരിച്ച് അവൻ ആ റോഡ് കോൺക്രീറ്റ് ചെയ്താൽ മാത്രമേ 2000 തിരിച്ചു കൊടുക്കുകയുള്ളൂ. ആ സ്ഥാനത്താണ് പുതുപ്പള്ളിയിലെ മുഴുവൻ റോഡുകളും പൊട്ടിച്ച് നാമാവശേഷമാക്കിയിരിക്കുക. അതിന്റെ ഉത്തരവാദിത്തം ആരാണ്? MLA-ക്കാണ്. MLA ഇടപെട്ടതുകൊണ്ട് ബഹുഭൂരിപക്ഷം വാർഡുകളിലും MLA ഫണ്ടുകൾ അനുവദിക്കാവുന്നതല്ല അദ്ദേഹം അനുവദിച്ചിട്ടുണ്ട്, അത് നടപ്പാക്കിയിട്ടുണ്ട്. ഒരു MLA-ക്ക് ഒരു വർഷം എത്രയാണ് ഫണ്ടെന്ന് അറിയാമല്ലോ? 8 പഞ്ചായത്തിന് ഫണ്ട് കൊടുക്കണം. അത് റോഡുകൾക്ക് മാത്രമല്ല മറ്റെല്ലാ കാര്യങ്ങൾക്കും വേണം. അദ്ദേഹം ആ ഫണ്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ എത്ര റോഡുകൾ കൊടുത്തു? പയ്യപ്പാടി അലങ്കാർ റോഡ് 10 ലക്ഷം രൂപ, ആറാട്ടുകര വലത്തോട് 15 ലക്ഷം രൂപ, മണ്ണാത്തുകര റോഡ് 15 ലക്ഷം രൂപ, അതുപോലെ MP ഫണ്ട് കിട്ടിയില്ലേ 7 ലക്ഷം രൂപ MP ഫണ്ട് ഈ മഹാത്മാ റോഡിന്. അപ്പൊ ഈ 5-ാം വാർഡിലെ കാര്യം പറയാം, ഈ 6-ാം വാർഡിലെ കാര്യം പറയാം. ഞാൻ വന്നപ്പോ ഇപ്പോഴാണ് കണ്ടത് ഒരു ബോർഡ് കണ്ടത് ഈ 6-ാം വാർഡിനെ കുറിച്ച്. അവിടെ നോക്കിയാൽ വായിച്ചേ, ഇന്ന് വെളുപ്പിനെ വെച്ചാൽ
അപ്പൊ ഞാൻ ഇവരുടെ രാഷ്ട്രീയ പാർപ്പത്വം എന്ന് പറയുന്നത് എന്താ? അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന് ഒരു 4 വർഷം മുമ്പ്, അല്ല ഉമ്മൻചാണ്ടി സാറിന് 4 വർഷം മുമ്പ് റെസിഡൻസ് അസോസിയേഷൻ കൊടുത്ത നിവേദനമാണ്. കാരണം 6 വാർഡില് നന്നാക്കേണ്ട ഓർമ്മ ഇല്ലായിട്ടുണ്ട്. ആ MLA ഫണ്ടില്ല പറ്റുന്നില്ല. കാരണം 10-15 ലക്ഷം രൂപ വേണമെന്ന് ഉദ്ദേശിച്ചത്. അപ്പം പ്രസിഡന്റ് അതേപോലിരിക്കുന്നത് ഇവർ കൊടുത്ത നിവേദനത്തിന്റെ ഭാഗമായിട്ട് ഉമ്മൻചാണ്ടി സാറ് ഒരു 3 വർഷം മുമ്പ്, 4 വർഷം മുമ്പ് 15 ലക്ഷം രൂപ അനുവദിച്ചാണ്. അപ്പൊ വർക്ക് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് 15 ലക്ഷം രൂപ അവർ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ആ വർക്ക് ചെയ്യാതെ പോയി. അവർ വീണ്ടും ചാണ്ടിയമ്മ MLA വന്നപ്പോൾ അദ്ദേഹത്തിന് നിവേദനം കൊടുത്തു. അപ്പൊ അവർ നോക്കിയപ്പോ 8 ലക്ഷം രൂപ എന്ന് പറഞ്ഞു. 8 ലക്ഷം രൂപയ്ക്ക് മനോഹരമായിട്ട് ആ റോഡ് പൂർത്തീകരിച്ചു. ഇതിനകത്ത് ഒരു എഴുതി എന്താ? അപ്പൊ ഇവരുടെ രാഷ്ട്രീയ പാർപ്പത്വം എന്നല്ല, ഇതിനെക്കുറിച്ച് എന്ത് പറയാനാണ്? ഇത്ര തരത്തിലാണ് ചെയ്യുന്നത്. ഇവർക്ക് ചെയ്യാനുള്ള ഒരു കാര്യവും ചെയ്യുന്നില്ല. മറ്റവർ ചെയ്യുകയാണെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുക, MLA നാണക്കെടുത്തുക, ഇതൊക്കെയായിട്ട് ഇവരുടെ പരിപാടിയായിട്ട് പോവുകയാണ്. ഇതെല്ലാം പുതുപ്പള്ളി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഇതെല്ലാം വേറെ ഈ പറഞ്ഞ റോഡുകളൊക്കെ ചെയ്തിരിക്കുന്ന വളരെ ഭംഗിയായിട്ട് കിടപ്പുള്ള കാര്യം നോക്കിക്കോ. ഇതിന് ഈ റോഡുകൾ തകർന്ന വിഷയവുമായിട്ട് ഞങ്ങൾ പഞ്ചായത്തിന് മുന്നിൽ ധർണ ചെയ്യുന്നപ്പോ തലേദിവസം വൈകിട്ട് ഒരു പോസ്റ്റർ ഇറങ്ങിയിരിക്കുകയാണ്. പുതുപ്പള്ളിയിലെ ഗ്രാമീണ റോഡുകളെല്ലാം നന്നാക്കാനായി 9 കോടി രൂപ അനുവദിച്ച കേരള ഗവൺമെന്റ് അഭിവാദ്യങ്ങൾ. എന്നിട്ട് 9 കോടി രൂപ ഇതിലേ പോയി. ഇതിനെന്തായാലും ചെയ്യാത്ത. അപ്പൊ ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇവരുടെ വെളിവില്ലായ്മ കാരണം പുതുപ്പള്ളിയിലെ ജനങ്ങൾ പൂർണ്ണമായിട്ട്. അതിനകത്ത് ഒരു കാര്യം പറയാം, MLA ഫണ്ട് അനുവദിച്ചാൽ ഉമ്മൻചാണ്ടി സാർ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അടുത്ത നിവേദനവുമായിട്ട് വന്ന പ്രതിപക്ഷ MLA മാർക്ക് കൊടുത്തിട്ടുണ്ട്. CS സുധൻ 10 ലക്ഷം രൂപ കൊടുത്തു, ഉമ്മൻചാണ്ടി സാർ കൊടുത്ത. അപ്പം പ്രതിപക്ഷ MLA മാർക്ക് വരെ ഫണ്ടുകൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം അവര് നോക്കും, സാർ ഉദ്ദേശിക്കുക അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറോ ചാണ്ടിയമ്മ നോക്കുന്നത് ജനങ്ങൾ നോക്കിയാണ് കൊടുക്കുന്നത്. ജനങ്ങളുടെ ആവശ്യത്തിന് ഫണ്ട് അനുവദിക്കും. അപ്പോ പൂർണ്ണമായിട്ട് പുതുപ്പള്ളിയിലെ റോഡുകൾ തകർത്തിട്ടിരിക്കുന്നതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ഒഴിവാക്കാൻ പാടില്ല ഒരു കാരണവശാലും. ഈ പുതുപ്പള്ളി പഞ്ചായത്തിൽ ഈ റോഡ് ഈ പരുവത്തിൽ കിടക്കുമ്പോ നമുക്കറിയാം എവിടെ ഓട്ടോ ഓടിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഈ ഓട്ടോ ഉണ്ടാകുന്ന പണി എന്തുമാത്രമാണ്. അതുപോലെ 2 വീലറുമായിട്ട് നടക്കുന്നു. അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ആരായിരുന്നു ഉത്തരവാദി? ഈ പുതുപ്പള്ളി ചരിത്രത്തിൽ പോലും നിങ്ങൾക്ക് മാപ്പ് നൽകിയാത്ത രീതിയിലാണ് പുതുപ്പള്ളി റോഡുകൾ തകർത്തത് ഇപ്പോഴാക്കിയിരിക്കുന്നത്. ഒരു കാരണവശാലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ വെളിവുകൾ കൊണ്ട്, നിങ്ങളുടെ ഉത്തരവാദിത്തക്കുറവുകൊണ്ട്, നിങ്ങൾക്ക് കാര്യം പഠിച്ചിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ മെമ്പർമാരെ സഹമെമ്പർമാരെ ഞങ്ങളോട് പോയി പറയാനാണ്. ഞങ്ങളോട് പറയാൻ നമ്മൾ പറയണേ ഇത് ഫണ്ട് കെട്ടിവെച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. അതുപോലും ചെയ്യാതെ പുതുപ്പള്ളി റോഡുകൾ, ഗ്രാമീണ റോഡുകൾ തകർത്തെറിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് പഴി മുഴ ചാണ്ടിയും MLA